ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടി വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മിസ്സിങ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. പിന്നെ വണ്ടി ഒട്ടും സ്മൂത്ത് അല്ലാത്തൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, റണ്ണിങ്ങിലിടയ്ക്ക് ഓഫായി പോവുക, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, പിന്നെ ജനറൽ സർവീസിന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വർക്കാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. പിന്നെ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് വരുന്നുണ്ട്, ബെയറിങ് പോയി കിടക്കുന്നതിൻ്റെ. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഈ കൗളിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട് നല്ല രീതിയിൽ. ഫ്രണ്ട് സൈഡിലും അങ്ങനൊരു സൗണ്ട് വരുന്നുണ്ട് വൈസറിൻ്റെ ഉള്ളിൽ നിന്ന്. അതൊക്കെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് കേട്ടോ. ഞാൻ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതിപ്പോൾ കിടക്കുന്നത് പുതിയ ലൈനറാണ്, കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ എന്നാൽ പോലും പുതിയതാണ്. അപ്പോൾ നമുക്കൊന്ന് ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒന്ന് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റാണ് മൊത്തം പൊട്ടി കിടക്കണം, അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ തന്നെയല്ല നമുക്ക് ഈ ലൈനർ ഉപയോഗിക്കുമ്പോൾ പൊടിയും കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നോക്കിയാണെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ഈ ബാക്കിലത്തെ നമുക്ക് ഈ വീൽ ബെയറിങ്ങിൻ്റെ സീറ്റിംഗ് ഒക്കെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട്, ചെറിയൊരു ഷേക്ക് ഉണ്ട് കണ്ടോ. ശരിക്കും ബെയറിംഗ് ഒക്കെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിക്കേണ്ടത്, ഇതിപ്പോൾ ഫ്രീ ആയിട്ട് കൊണ്ട് ഊരി പോവുക. ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് നമ്മൾ കയറ്റിയിടാം. അത് വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഓടിക്കാൻ സ്മൂത്ത്നെസ് കുറവുണ്ട്. കാരണമൊക്കെ മെയിൻ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബെയറിംഗ് ഒക്കെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം കാണിക്കും. പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ റിമ്മ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, തുരുമ്പിട്ട് ഈ ഓട്ടയക്കുന്ന അവസ്ഥയിലാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്ക് ബ്രേക്കിൻ്റെ ഈ ഹബ്ബും വീൽ ഹബ്ബും റിമ്മും കൂടി മാറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം ഇതിപ്പോൾ നമ്മളൊരു സൈഡ് വൺ സൈഡ് സീറ്റ് ചെയ്യാൻ കൊടുത്താലും നമുക്ക് പിന്നീട് എപ്പോഴും അത് ശാശ്വത പരിഹാരം ആവണമെന്നില്ല. തന്നെയല്ല നമുക്ക് ഈ ഹബ്ബിനൊക്കെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുമ്പോൾ റിപ്പയർ ചെയ്യണമെങ്കിൽ നല്ലത് ഈ ഹബ്ബ് അസംബ്ലി മാറ്റി കളഞ്ഞിട്ട് റിമ്മ് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ അത് ഓർമ്മയിൽ വെച്ചേക്കാം. ഇപ്പം ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞാൽ ഓർമ്മയിൽ വെച്ചേക്കാം. അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അതുമ്പോൾ റിപ്പയർ ചെയ്യണതിൽ നല്ലത് ഐറ്റം പുതിയത് പറഞ്ഞാൽ സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് മാറ്റി റീസെറ്റ് ചെയ്യണതായിരിക്കും. ടയർ അങ്ങോട്ടേക്ക് മാറ്റിയിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ ബാക്ക് സൈഡിൽ ഈ കൗൾ സെറ്റിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് സൗണ്ട്, നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊരു ജർക്കിങ് സൗണ്ട്, അത് നമ്മൾ തൽക്കാലം ഒരു റബ്ബറിൻ്റെ ബീഡിക്ക് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കിയെടുക്കാം. പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചു. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫിൽറ്ററൊക്കെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്, പക്ഷേ ഇത് ക്ലീൻ ചെയ്യണതിൽ വലിയ കഥയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട്. തന്നെയല്ല ഇത് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഹോൾഡറാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ എല്ലാ ഭാഗവും കറക്റ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എയർ ഫ്ലോ ഒക്കെ ഈ തുരുമ്പിട്ടേക്കണത് കൊണ്ട് തന്നെ എയർ ഫ്ലോ കറക്റ്റായിട്ട് വന്നില്ല. ഇതിന് വലിയ വിലയൊന്നുമില്ല, 110 രൂപ 120 രൂപയ്ക്കാണ് ഐറ്റത്തിൻ്റെ വില. എയർ ഫിൽറ്ററും സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി മാറ്റിയിടാണെങ്കിൽ ഉണ്ടല്ലോ ലൈഫ് ടൈമിലേക്ക് പിന്നെ നമുക്ക് ആ എയർ ഫിൽറ്ററുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് വരാനില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഓയിൽ ഞാൻ അയച്ചിട്ടുണ്ട് മാറ്റാനായിട്ട്. പിന്നെ മിസ്സിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് ചെക്ക് ചെയ്തിരുന്നു. ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതുമേ CDI എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. ആ CDI എന്ന് പറയുന്ന യൂണിറ്റ് ഇരിക്കുന്നത് കമ്പനി ആയിട്ടൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ആ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് സ്വാഭാവികമായിട്ട് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്സ് കാണിക്കാം. പക്ഷേ ഇതിൻ്റെ നമ്മൾ അത് കൂടാതെ കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ ഈ സ്ലോജറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയേക്കാം. അപ്പോൾ അതും മിസ്സിങ്ങിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ ഞാൻ കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാർബറേറ്റർ അഴിച്ചാൽ ഒരു മിക്കവാറും കാർബറേറ്റർ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക വണ്ടിക്കും ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മിസ്സിങ് ഉള്ളത് കൊണ്ട് ഈ ജെറ്റ് കാർബറേറ്റർ അഴിക്കാതെ ഈ അടിയിൽ നിന്ന് അഴിച്ചത് ഈ സ്ലോ ജെറ്റ് മാത്രം നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിലവിൽ ഒട്ടുമിക്ക വണ്ടിക്കും കാർബറേറ്റർ പെട്രോളിൻ്റെ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഈ വണ്ടിക്ക് നിലവിൽ ഇതുവരെ ഇല്ല, ഇനി വന്നുകൂടായിയൊന്നുമില്ല. കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക വണ്ടിയുടെയും കംപ്ലയിൻറ്റാണ്. ഏകദേശം ഒരു 10 വണ്ടി കയറുകയാണെങ്കിൽ അതിനകത്ത് ഒരു 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാതെ കൊണ്ട് ആ ഉള്ള പ്രോബ്ലം സോൾവ് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നമൊക്കെ വലിയ താമസിച്ചാണ്ട് വണ്ടിക്ക് വരും. കാരണം അതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഒട്ടുമിക്ക വണ്ടികൾക്കും കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പഴയ വണ്ടികൾക്ക് പ്രത്യേകിച്ചും. ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് കാണിക്കാം, അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ കുറച്ച് ടൈം വേരിയേഷൻ കിട്ടുമെന്നുള്ളൂ, എന്തായാലും വരും. അപ്പോൾ ഞാനിപ്പോൾ സ്ലോ ജെറ്റ് മാറ്റി നമ്മൾ റീസെറ്റ് ആക്കണുണ്ട്. ഓക്കെ, പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ പ്ലഗും കൂടി കൂട്ടത്തിൽ കൂടെ നമുക്കൊന്ന് മാറ്റിയിടാം. ഓൾറെഡി മിസ്സിങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ. തന്നെയല്ല നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റിപ്പോകേണ്ട ഒരു പാർട്ടാണ് ഈ പറയുന്ന പ്ലഗ് എന്നുള്ളത് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യാനായിട്ട് ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ച് ക്ലീനിങ് ഒക്കെ നടത്തും. അത് കൂടാണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പോയി കിടക്കുന്നതാണ്. നമുക്ക് ആ ചെറിയൊരു ഗട്ടറി ചാടിയാൽ പോലും ഫ്രണ്ടിൽ നിന്ന് ഒരു ഷെയ്ക്കൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ് കേട്ടോ.
അപ്പോൾ നിലവിൽ വീൽ ബെയറിംഗ് കൂടി ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും എസ്റ്റിമേറ്റ് അടക്കം ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. പിന്നെ ഈ വൈസർ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ നിന്നൊരു വൈബ്രേഷൻ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ വൈസറിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ആ രീതിയിൽ തന്നെ നിലനിർത്താം. പിന്നെ ഈ സൈഡ് ഇൻഡിക്കേറ്റർ ഒടിഞ്ഞിരിക്കണം കേട്ടോ. ഈ സൈഡൊക്കെ വിട്ട് നിൽക്കുകയാണ്. ഒന്നാമത് ഇത് ഒറിജിനലല്ല. ഒറിജിനൽ ഈ കളറിലുള്ളത് കമ്പനി ഐറ്റം മേടിക്കാൻ കിട്ടാനില്ല എന്നുള്ളത് സത്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് മേടിച്ചിടാൻ പറ്റുന്നു. ഞാനതിൻ്റെ സ്റ്റേ മാത്രമായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ സ്റ്റേ മാത്രമായിട്ട് ഇടാം. കാരണം അത് കിട്ടിയാലും ഈ ഒരു ഐറ്റം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ സ്റ്റേ മാത്രമായിട്ട് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇടാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടിയും കൂട്ടത്തിൽ കയറി തരാം. അപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. വൈകിട്ടത്തേക്ക് വരുമ്പോഴത്തേക്കാണ് വണ്ടി കൊണ്ടുവരാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ.